ഹായ് ഫ്രണ്ട്സ്, Q&A മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത് ഇപ്പോൾ നിലവിൽ PSCയിൽ അപ്ലൈ ചെയ്യാനുള്ള കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എന്ന തസ്തികയുടെ കൂടുതൽ ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് 382/2025 ആ തസ്തികയുടെ പേര് പറയുന്നത് ജൂനിയർ അസിസ്റ്റൻ്റ് ക്യാഷ്യർ അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് ഗ്രേഡ് സെക്കൻഡ്, LD ക്ലർക്ക്, ടൈം കീപ്പർ ഗ്രേഡ് സെക്കൻഡ്, സീനിയർ അസിസ്റ്റൻ്റ് എക്സെട്ര. ഇത് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസ് ലിമിറ്റഡ്, അതായത് KSFE, അതുപോലെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് KSEB, ഇത് രണ്ടിനെയാണ്. അതായത് KSFEയുടെയും KSEBയുടെയും കമ്പനി ബോർഡ് അസിസ്റ്റൻ്റെയാണ് 382/2025. അപ്പം നമുക്കതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കൂടുതൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന് ഗസറ്റ് ഡേറ്റ് വരുന്നത് 15/10/2025. അതുപോലെ തന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ വരുന്നത് 19/11/2025. അതായത് ഈ നവംബർ 19 ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. പിന്നെ ഇതിൻ്റെ നെയിം ഓഫ് ഫിർം വരുന്നത് KSFE ഉണ്ട്, KSEB ഉണ്ട്, കെൽട്രോൺ ഉണ്ട്, അങ്ങനെ അത്യാവശ്യമുള്ള ബോർഡുകളൊക്കെ ഉണ്ട്. പിന്നെ നെയിം ഓഫ് പോസ്റ്റ് ജൂനിയർ അസിസ്റ്റൻ്റ്, നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ക്യാഷ്യർ, അങ്ങനെയാണ് ഇതിൻ്റെ പോസ്റ്റ് വരുന്നത്. നമ്മളതിനെ പൊതുവേ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എന്നാണ് പറയുന്നത്. കമ്പനി ബോർഡ്സിന് 2 കാറ്റഗറി ആയിട്ടാണ് വരുന്നത്. ഇനി ഒരു കാറ്റഗറിയും കൂടെ ഉണ്ട്, 373/2025 ഉണ്ട്. അപ്പം ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. അതായത് ഓരോ ബോർഡിൻ്റെയും കോർപ്പറേഷൻ്റെയും ഒക്കെ അനുസരിച്ച് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ നമ്പർ ഓഫ് വേക്കൻസീസ് ആണെങ്കിൽ ആൻറ്റിസിപ്പേറ്റഡ് ആണ്, നിലവിൽ കണക്കാക്കിയിട്ടില്ല. അപ്പം റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത് മുതലുള്ള വേക്കൻസിക്കുള്ള നിയമനമാണ് ഈ ലിസ്റ്റിൽ നിന്ന് നടക്കുന്നത്. നമുക്കിതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. ഇതിൻ്റെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. അതുപോലെ എൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് 18 മുതൽ 36 വരെയാണ്. 2 ഡേറ്റ് ഓഫ് ബർത്ത് അവരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. 2/1/1989 1/1/2007 ഇടയിൽ ജനിച്ചവർക്കാണ് ഇതിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് അവർ പറയുന്നത് BA, BSc, BCom ഇതിലേത് ഒരു ഡിഗ്രി, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുള്ള ഏതെങ്കിലും അംഗീകരിച്ച ഒരു ഡിഗ്രി ഉള്ളവർക്കാണ് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അതായത് മസ്റ്റ് പൊസസ് BA, BSc, BCom ഡിഗ്രി ഓഫ് എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇറ്റ്സ് ഇക്വലൻ്റ്. ഇക്വലൻസി ഉള്ളവർക്കും അയക്കാം. അപ്പോൾ ഏതൊരു യൂണിവേഴ്സിറ്റിയും നമുക്ക് ഡിഗ്രിക്ക് തത്തുല്യമായിട്ടുള്ള ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ഇതിന് അയക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ലാസ്റ്റായിട്ട് പറഞ്ഞേക്കുന്നത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ 19/11/2025 വെനസ്ഡേ രാത്രി 12 മണി വരെയാണ്. അടുത്തത് ജൂനിയർ അസിസ്റ്റൻ്റ് KSRTC, അതുപോലെ കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡ്, കേരള സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് SC/ST ലിമിറ്റഡ്, അങ്ങനെയുള്ള ഇതിലോട്ടുള്ള ജൂനിയർ അസിസ്റ്റൻ്റ് നിയമനമാണ് 382/2025. അപ്പം നമ്മൾ പൊതുവേ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും നമ്മളിപ്പോൾ ഈ 382 383 കൂടെ ഒന്നിച്ച് ചേർത്താണ് പറയുന്നത്. ഒറ്റ പരീക്ഷയായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കൂടെ നോക്കാം. ഇതിൻ്റെയും ഗസറ്റ് ഡേറ്റ് 15/10/2025, ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് മറ്റേ കമ്പനി ബോർഡിൻ്റെ നമ്മൾ ആദ്യം പറഞ്ഞ 382/2025 പോലെ തന്നെ 19/11/2025 തന്നെയാണ്. ഇതിൻ്റെ അകത്ത് വരുന്ന KSRTC, കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡ്, ഫാമിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ്, അങ്ങനെ മുമ്പേ പറഞ്ഞതല്ലാതെ കുറച്ച് ലിമിറ്റഡ് കമ്പനികളുടെയൊക്കെയാണ് വരുന്നത്. നെയിം ഓഫ് പോസ്റ്റ് പറയുന്നത് ജൂനിയർ അസിസ്റ്റൻ്റ് തന്നെ, മറ്റേ സെയിം പോസ്റ്റ് തന്നെ. സ്കെയിൽ ഓഫ് പേ ഇതുപോലെ തന്നെയാണ്, കമ്പനി ബോർഡ് നിശ്ചയിക്കുന്ന പ്രകാരമുള്ള സ്കെയിൽ ഓഫ് പേ ആണ്. നമ്പർ ഓഫ് വേക്കൻസീസും ആൻറ്റിസിപ്പേറ്റഡ് ആണ്. അപ്പം മറ്റേതുമായിട്ട് സെയിം ആണ്, ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ സെയിം ആണ്. യോഗ്യത ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും സെയിം ആണ്. BA, BSc അല്ലെങ്കിൽ ഏജ് ലിമിറ്റൊക്കെ ആണെങ്കിലും 18 മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്കും 2/1/89 മുതൽ 1/1/2007 വരെയുള്ള ഡേറ്റ് എല്ലാം സെയിം ആണ്. മറ്റേ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് 382 അതേ സെയിം യോഗ്യത തന്നെയാണ് ഇതിനുള്ളത്. ക്വാളിഫിക്കേഷൻ ആണെങ്കിലും അതേ BA, BSc, BCom അല്ലെങ്കിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി അംഗീകരിച്ച ഒരു ഡിഗ്രി. അതുപോലെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 19/11/2025 വെനസ്ഡേ രാത്രി 12 മണി വരെയാണ്. അപ്പം ഇത് അയച്ചിട്ടുള്ള കൂട്ടുകാർ കാണും. അയക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അവരുടെ പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്യുക. ഇനി അയച്ചിട്ട് മാറിപ്പോകുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് കൺഫേം ചെയ്തിട്ട് നോക്കുക. അപ്പം 382/2025 373/2025 കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള കാറ്റഗറി നമ്പർ. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് വീണ്ടും ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്.